ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തും പോലെ അല്ല കേട്ടോ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറുള്ള പണിയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ എൻ്റെ പണികളൊക്കെ തുടങ്ങുന്നത് കേട്ടോ. സാധാരണ ഞാൻ രാവിലെ കട്ടൻ ചായ കുടിക്കൽ പതിവിലേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തോ കട്ടൻ ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് കട്ടൻ ചായ തിളപ്പിച്ച് അത് കുടിച്ചു കേട്ടോ. അത് കുടിക്കൽ കഴിഞ്ഞ് ഇന്ന് രാവിലത്തെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് വീട് അടിച്ചു വാരി തുടക്കലാണ് കേട്ടോ. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും, പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് കേട്ടോ. ഇന്ന് രാവിലെ ആദ്യം തന്നെ അടിച്ചു വാരി തുടക്കലാണ് കേട്ടോ. അടിച്ചു വാരി തുടച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ മോനൊന്ന് സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അവന് ഞാനൊരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7:10 ആകുമ്പോഴൊക്കെയാണ് കേട്ടോ എന്നും വിളിച്ചെണിപ്പിക്കുന്നത്. അവൻ സ്കൂളിൽ പോകാനുള്ള ദിവസങ്ങളിൽ ആ ഒരു സമയത്താണ് അവനെ ഞാൻ വിളിക്കാറ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി രാവിലെ അടിച്ചു വാരി തുടയ്ക്കാൻ. ഇതുപോലെ ഞാൻ 2-3 പ്രാവശ്യം ഇതിൻ്റെ മുമ്പും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെ പണികളൊക്കെ നേരത്തെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ചെറിയ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മക്കൾ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതൊരു ജോലി എടുക്കാൻ തീരുമാനിച്ചാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അതേ അടിച്ചുവാരലൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാമറയിൽ എനിക്ക് കുറേശ്ശെ ഭാഗങ്ങളൊക്കെ മാത്രമേ പകർത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ പറ്റുന്നതിനനുസരിച്ചുള്ള ക്യാമറയാണ് കേട്ടോ. താഴെ എന്തോ കുപ്പിയോ അങ്ങനെ എന്തൊക്കെയോ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഫോൺ നിർത്തുന്നത്. ചില ദിവസങ്ങളിൽ ട്രൈപോഡ് വെച്ചെങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ റബ്ബർ ബാൻഡൊന്നും കണ്ടില്ല കേട്ടോ. ട്രൈപോഡിൽ ഫോൺ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ചാടി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്ത് വെക്കാറ്. ഇന്നെന്തോ 2-3 കുപ്പിയൊക്കെ ഫോണിന് സപ്പോർട്ടാക്കിങ്ങാണ്ടാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത്. എത്രത്തോളം വീഡിയോ നന്നാവുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന് വോയിസ് കൊടുക്കാറില്ല. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ വോയിസ് കൊടുക്കാറ്. അപ്പോൾ ഇതുപോലെ എഡിറ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് കുറച്ചധികം പകൽ സമയം വേണം. കാരണം നമ്മുടെ വീഡിയോയൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൂടുതലും ഞാൻ അച്ചു ഉറങ്ങണ സമയത്താണ് കേട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യൽ. കാരണം നമുക്ക് പുറമേ ഉള്ള സൗണ്ടുകളൊന്നും നമ്മുടെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ പാടില്ല എന്നല്ല, നമുക്ക് കോപ്പിറൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് പേടിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ പരമാവധി സൗണ്ടുകളൊക്കെ ഇല്ലാത്ത സമയത്ത് തന്നെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ ഓടിട്ട വീഡിയോ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും പുറത്തു നിന്നുള്ള സൗണ്ടുകൾ പ്രത്യേകിച്ചും അകത്തേക്ക് തള്ളി അലച്ച് കയറി വരും കേട്ടോ. പിന്നെ കാക്കയും കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സൗണ്ട് എപ്പോഴും കാണും കേട്ടോ വീട്ടിൽ. അപ്പോൾ അതൊക്കെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് വേണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കതിന് കുറച്ചധികം സമയം കണ്ടെത്തണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാറ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പണികളൊക്കെ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. കാരണം നമ്മൾ എല്ലാ ദിവസവും അടിച്ചു വാരവും തുടക്കവും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ഉച്ചയ്ക്ക് ലഞ്ച് റെഡിയാക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ പണികളും തന്നെ 10-11 മണിക്കുള്ളിലൊക്കെ പെട്ടെന്നെല്ലാം നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് അടിച്ചു വാരി നേരത്തെ തുടച്ച് വീട് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും ഒക്കെ കറിക്കൊക്കെ അരിയുന്ന സമയത്ത് പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെത്തി അരിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊണ്ടൊക്കെ താഴെ വീഴാതെയൊക്കെ നമ്മൾ പരമാവധി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്ന് അടിച്ചു വാരി കളയാനും പോലും ഉണ്ടാകില്ല കേട്ടോ. അപ്പം ഞാൻ രാവിലെ നേരത്തെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഫാൻ ഇട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് അടുക്കളയിൽ പണിയുന്ന സമയത്ത് ബാക്കിയുള്ളിടത്തിലൊക്കെ തുടച്ചതൊക്കെ ഉണങ്ങുകയും ചെയ്യും. പിന്നെ മക്കളൊന്നും എണിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞു. രാവിലെ ആദ്യം തന്നെ കുടിക്കാനായിട്ട് വെള്ളം വെക്കാൻ കേട്ടോ. അപ്പോൾ കൊച്ചിന് സ്കൂളിൽ പോകുമ്പോൾ കുടിക്കാൻ വെള്ളം കൊണ്ടുപോകണം. തലേദിവസം ഞാൻ തിളപ്പിച്ച് വെക്കാറില്ല കേട്ടോ. എല്ലാ ദിവസവും രാവിലെ തന്നെയാണ് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് പോകാറാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം ഫാനിടും. ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ തിളപ്പിച്ചിറക്കി വെച്ച് കഴിഞ്ഞാലും സമയം ഉണ്ടാകില്ല. സമയമുള്ളപ്പോൾ ചൂടാറുകയും ചെയ്യും കേട്ടോ. തന്നെ ഇരുന്നുകൊണ്ട് അങ്ങനെ കുടിക്കാൻ വെള്ളം വെച്ചു. അത് കഴിഞ്ഞ് ഇന്ന് ചായയ്ക്ക് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ പുട്ടാണ് കേട്ടോ. ഇക്കാക്കും മക്കൾക്കും പുട്ടാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ എല്ലാ ദിവസവും പുട്ട് ഉണ്ടാക്കാറില്ല. നമുക്കും തന്നെ ഒരു മടുപ്പല്ലേ എല്ലാ ദിവസവും പുട്ട് ഉണ്ടാക്കുമ്പോൾ. എല്ലാം ചായക്ക് കടികളൊക്കെ മാറ്റി ഉണ്ടാക്കും കേട്ടോ. എനിക്കിപ്പോൾ ഇന്നൊരു 3-3.5 കുറ്റി പുട്ട് മതി കേട്ടോ. ഒന്ന് ചിരട്ടപ്പുട്ടല്ല ഉണ്ടാക്കണേ, കുറ്റിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3-3.5 കുറ്റി പുട്ട് മതി. പിന്നെ പൊടിയൊന്നും ഞാൻ അങ്ങനെ അളന്നെടുക്കാറില്ല കേട്ടോ. നമ്മളിപ്പോൾ എപ്പോഴും എടുക്കണമെന്ന് തന്നെ നമുക്കൊരു ഏകദേശം കണക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഏകദേശം കണക്ക് കിട്ടുമല്ലോ. അങ്ങനെ അതേ ഒരു ഏകദേശം വെച്ച് ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതൊന്ന് മിക്സ് ആക്കി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തങ്ങാണ്ട് ശരിക്കും നനഞ്ഞ് കുതിർന്നിരിക്കുന്ന ഒരു ഭാഗത്തിലാണ് കേട്ടോ ഞാനാക്കി വെച്ചത്. ചില പൊടിയൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം വേണ്ടതൊക്കെ ഉണ്ട് കേട്ടോ. ചില പൊടിക്ക് അധികം വെള്ളം വേണം. പൊടിയുടെ മുകളിൽ വെള്ളം നമ്മൾ അധികം ഒഴിച്ച് ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കും പോലെ തന്നെ കുറച്ചധികം വെള്ളം ഊറ്റി വെച്ച് കഴിഞ്ഞാലും നമ്മൾ ചുടുന്ന സമയത്ത് അതിൻ്റെ തൊട്ടും വെള്ളം ഉണ്ടാകില്ല കേട്ടോ. കുതിർന്ന് വരുമ്പോൾ വെള്ളം ഫുള്ളും പോകും. അപ്പോൾ എല്ലാ പുട്ടുപൊടിയും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാമല്ലോ. അങ്ങനെ പുട്ടുപൊടി ഞാനത് നനച്ചെങ്ങാണ്ട് അവിടെ ഒന്ന് റെസ്റ്റ് ആക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചെറുപയർ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കലത്തിൽ വെച്ചെങ്ങാണ്ട് വേവിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ ഇനി പയറൊക്കെ കഴുകി വാരി ചട്ടിയിലിട്ട് അതൊക്കെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിങ്ങാണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പുട്ടും തന്നെ ഒന്ന് പുട്ടുപൊടി നനച്ച് വെച്ചത് അതൊന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്ര സമയമൊക്കെ മതിയല്ലോ രാവിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ എല്ലാ പണികളും നമ്മൾ മനസ്സുകൊണ്ട് മുമ്പ് കണ്ട് ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പണികളൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ നമുക്ക് പിറ്റേ ദിവസം ചോറിന്ന് കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ നമുക്ക് പിറ്റേ ദിവസത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു ധാരണ ഉണ്ടാകും. ഉച്ചയ്ക്ക് എന്ത് കറി വെക്കണം, രാവിലെ എന്ത് ചായയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ അങ്ങനെ ചെറിയ ഒരു ഇതുള്ള ടൈം ടേബിൾ പോലെയുള്ള വീട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. ഒരു മുന്നറിയിപ്പോ അതല്ലെങ്കിൽ രാവിലത്തെ കാര്യങ്ങളിൽ ചെറിയൊരു തീരുമാനം പോലും ഇല്ലാതെ നമ്മൾ രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണിച്ച് കഴിഞ്ഞ് ഇന്നിപ്പോൾ എന്ത് ചായയ്ക്ക് ഉണ്ടാക്കും അത് ആലോചിക്കുമ്പോഴത്തേക്കും പകുതി സമയം അങ്ങനെ പോകും. പിന്നെ ചായ ഉണ്ടാക്കലും കുടിക്കലും പാത്രം കഴുകൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് എന്ത് കറി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കും പിന്നെ ഉള്ള സമയമൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും എടുക്കാനുള്ള പണികളാണ്. അപ്പോൾ ചെറിയൊരു ടൈം ടേബിൾ പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു രീതിയിലുള്ള ധാരണ അങ്ങനെയൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. പിന്നെ ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയാന്ന് പറയാതെ ഉള്ള പണികൾ അത് കുറച്ചാണെങ്കിലും ഒരുപാടാണെങ്കിലും ഒക്കെ ഉള്ളത് പെട്ടെന്ന് ചെയ്ത് കണ്ട് എവിടെയെങ്കിലും ഇരിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കും തന്നെ നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ കണ്ടെത്താൻ അതിനൊക്കെ സമയം കാണും കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഒരുപാട് പറഞ്ഞുകൊണ്ടൊന്നും ആരെയും ബോറടിപ്പിക്കണമൊന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്കങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനത് പറഞ്ഞോന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതേ ചെറുപയറൊക്കെ കഴുകി ചട്ടിക്കലത്തിലേക്ക് ഇട്ടു. ആവശ്യത്തിന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് കൊടുത്ത് അടുപ്പിൽ ചാരമൊക്കെ കോരിക്കളഞ്ഞ് തീയൊക്കെ കത്തിച്ച് പയറ് വേവാനായിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അപ്പോൾ അത് തിളച്ച് കിട്ടട്ടെ. അപ്പോഴത്തേക്കും കൊച്ചിന് ഇന്ന് സ്നാക്സ് ബോക്സിൽ ഞാൻ കപ്പ വറുത്തതാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. ചില ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ബേക്കറി ഐറ്റംസ് കൊടുക്കാറില്ല, കാരണം കൂടുതലും അങ്ങനെ കൊടുക്കുമ്പോൾ ചോറ് കഴിക്കൽ കുറവായിരിക്കും. പിന്നെ അവനെല്ലാ ബേക്കറിയോടൊന്നും താല്പര്യമില്ല കേട്ടോ. ചില ബേക്കറികളോടൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ എണ്ണക്കടികളൊന്നും സ്കൂളിലേക്ക് രാവിലെ തന്നെ ആകുമ്പോൾ കൊടുത്തു വിടാൻ പറ്റുമില്ല. പിന്നെ ശരീരത്തിലും ഉടുപ്പിലും ഒക്കെ എണ്ണയൊക്കെ തേച്ച് വെക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വറുത്തതും പൊരിച്ചതൊന്നും രാവിലെ കൊടുത്തു വിടാറില്ല കേട്ടോ. ചില ദിവസം നൂഡിൽസ്, പാസ്ത അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ചെറിയ കേക്കുകൾ അങ്ങനത്തെയൊക്കെ. പിന്നെ ചില ദിവസങ്ങളിൽ ബേക്കറി ഐറ്റംസ്, ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം മാറ്റിയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അങ്ങനെ ഇന്ന് അവനക്ക് സ്നാക്സ് ബോക്സിൽ ഞാൻ കപ്പ വറുത്താക്കിയിട്ടുണ്ട്. പിന്നെ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചത് കുറച്ച് ചൂട് കുറഞ്ഞിട്ടില്ല കേട്ടോ, കാരണം ഇന്ന് രാവിലത്തെ പണികളൊക്കെ നേരെ തിരിഞ്ഞായതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം രാത്രിയിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ രാവിലെ തിളപ്പിച്ച് ചൂടുവെള്ളം കൂടെ രണ്ടും കൂടെ മിക്സ് ആക്കി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തണുപ്പിക്കാനായിട്ട് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അവൻ്റെ ബാഗിലേക്കുള്ള ബുക്കും സ്ലേറ്റും എല്ലാം തന്നെ ശരിയാക്കി വെച്ചു. പയറും വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പയറും വെന്തിട്ട് വേണം ഉള്ളിയൊക്കെ അരിഞ്ഞ് അതൊന്ന് താളിക്കണം. അപ്പോഴത്തേക്കും ഇതേ പുട്ടൊന്ന് നോക്കിയിട്ടോ. പുട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അതിന് തൊട്ടും വെള്ളമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെങ്ങാണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇതാക്കി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങയൊക്കെ പൊട്ടിച്ചെങ്ങാണ്ട് തേങ്ങയൊക്കെ ചിരവി എടുക്കാനും പിന്നെ അതേപോലെ തന്നെ പുട്ടിന് ആവി കയറ്റി എടുക്കാനുള്ള വെള്ളം ചൂടാക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒന്നും കൂടി ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി വെള്ളമൊക്കെ നനച്ച് കൊടുത്തെങ്ങാണ്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ട് അതേപോലെ തന്നെ ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏത് പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, ഏത് കമ്പനിയുടെ പുട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുത്ത ദിവസമല്ല എഡിറ്റ് ചെയ്യണത്, പിറ്റേ ദിവസമായിരിക്കും കേട്ടോ. ചിലപ്പോൾ രാവിലെ വീഡിയോ എടുത്താൽ വൈകുന്നേരം തന്നെ എഡിറ്റ് ചെയ്ത് വയ്ക്കും. ചില ദിവസം പിറ്റേ ദിവസങ്ങളിലായിരിക്കും കേട്ടോ എഡിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ നമ്മൾ പൗസ് ചെയ്യണില്ലല്ലോ, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പറയേണ്ടി വരുമ്പോൾ നമുക്ക് ഏതാണെന്നൊന്നും പറയാൻ പോലും കിട്ടില്ല കേട്ടോ. അങ്ങനെ അതേ പുട്ടിന് ആവി കയറ്റാനുള്ള വെള്ളം ഞാൻ കുക്കറിലേക്ക് വെച്ചു കേട്ടോ. ഇനി ആ വെള്ളം ഒന്ന് ചൂടായി വന്ന സമയം കൊണ്ട് തന്നെ തേങ്ങയും കൂടെ പൊട്ടിച്ച് ചിരവിടുകയാണ് കേട്ടോ. അങ്ങനെ പുട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ചിരവിയെടുത്തു. പിന്നെ പുട്ടിന് ആവി കയറ്റാനായിട്ട് വെച്ച വെള്ളം അതും ചൂടായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി പുട്ടുകുറ്റി എടുത്തെങ്ങാണ്ട് അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ പുട്ടുപൊടിയൊക്കെ നിറച്ച് കൊടുക്കണം. എന്നിട്ട് അത് ആവി കയറ്റാനായിട്ട് വെക്കണം. അപ്പോഴത്തേക്കും ചെറുപയർ വെന്ത് തുടങ്ങും. അപ്പോൾ പയർ താളിക്കാനായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മോനെയും കൂടെ വിളിച്ചെണുപ്പിച്ചു കേട്ടോ. കാരണം ഇന്ന് കുറച്ച് താമസിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും 7 മണി കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ഞാൻ അവനെ വിളിച്ചെണുപ്പിച്ചത്. കാരണം അടിച്ചു വാരി തുടക്കലായിരുന്നു ആദ്യത്തെ പണി തന്നെ. അതുകൊണ്ട് തന്നെ വീട് അങ്ങോട്ട് വൃത്തിയായി കേട്ടോ. പിള്ളേരൊക്കെ എണിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും തറയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൃത്തികേടായിട്ടൊന്നും കിടക്കണുണ്ടായില്ല. പിന്നെ അവർ കിടക്കണ ഒരു ബെഡ്ഷീറ്റ് മാത്രം കുടഞ്ഞൊന്ന് വിരിച്ചാൽ പുതുപ്പൊന്ന് മടക്കി വയ്ക്കാനുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അതെ രാവിലെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ തലേദിവസം ചെറിയൊരു ധാരണയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ
പിന്നെ നമ്മൾ രാവിലത്തെ ചെയ്യുന്ന ജോലികളുണ്ടല്ലോ അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മാറ്റിയിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എല്ലാം ചെയ്യാനുള്ളതെല്ലാം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഒന്നിന് പുറകെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പണികളെല്ലാം പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. പുട്ടുകുറ്റിയിൽ പൊടിയൊക്കെ ഇട്ട് നിറച്ചെടുത്തപ്പോഴത്തേക്കും കുക്കറിൻ്റെ അകത്ത് ആവി കയറി തുടങ്ങി, നല്ലതായിട്ട് വെള്ളമൊക്കെ തിളച്ച് ആവി കയറി തുടങ്ങി കേട്ടോ. അങ്ങനെ ആദ്യത്തെ കുറ്റി പുട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേവണം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ പയറൊന്നും കൂടെ ഒന്ന് പോയി നോക്കി കേട്ടോ. പയർ നമുക്ക് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്ത ചെറുപയറാകുമ്പോൾ 10 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് പുട്ട് വെന്തെടുത്തു കേട്ടോ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ കുറ്റി പുട്ട് നിറക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അത് കുറച്ചങ്ങോട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടുകുറ്റിയിൽ തേങ്ങയിട്ട് പുട്ടിൻ്റെ പൊടി ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറച്ചങ്ങോട്ട് ഡ്രൈ ആയി പോയെന്ന്. അപ്പോൾ കൈകൊണ്ട് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് സ്ഥിരീകരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നനച്ചെടുത്തും രണ്ടാമത്തെ കുറ്റി പുട്ട് ഇതേ അടുപ്പത്തേക്ക് വെക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ആദ്യത്തെ കുറ്റി പുട്ട് വേവാനായിട്ട് വെക്കണ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ചെറുപയർ താളിച്ചെടുക്കാനുള്ള ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചാൽ മതി. പയർ ഞാൻ വെന്തിട്ട് ഇടയ്ക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കിയും വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചെടുക്കണം. ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഇടയ്ക്ക് ഞാൻ കൊച്ചിൻ്റെ കാര്യങ്ങളും അവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 8 മണിയായി കഴിയുമ്പോഴത്തേക്കും 8:15 ആകുമ്പോൾ കറക്റ്റ് അവൻ്റെ വണ്ടി വരും. കുറച്ച് മുകളിൽ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി കയറ്റി നിർത്തണം കേട്ടോ ബസ് വരുമ്പോഴത്തേക്കും. അപ്പോഴത്തേനും നമ്മുടെ ചായയും കടി അതിൻ്റെ പരിപാടികളെല്ലാം കഴിക്കണം. എന്നാലേ അവനെ കൊണ്ടുപോയി വിടാൻ പറ്റുള്ളൂ. കാരണം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ബസ് എപ്പോഴാണ് വന്നേന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്ത് വരും, ചിലപ്പോൾ 2-3 മിനിറ്റ് വൈകിയും വരും കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ കുറ്റി പുട്ട് വേവാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പയർ താളിച്ചെടുക്കുന്നത്. അപ്പോൾ പയർ താളിക്കാനായിട്ടുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായി കഴിഞ്ഞ് പയർ താളിക്കട്ടെ. അപ്പോൾ ഉള്ളി ഞാൻ നേരത്തെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് താളിക്കാൻ ആവശ്യമുള്ളതെല്ലാം തന്നെ എടുത്ത് വെച്ചു കേട്ടോ. വെളിച്ചെണ്ണ, അതേപോലെ കുറച്ച് വറ്റൽമുളകിൻ്റെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ താളിച്ചെടുക്കുന്നത്. പയർ താളിക്കൽ കഴിഞ്ഞ് ആ അടുപ്പത്തേക്ക് തന്നെ കുറച്ച് വൈകുന്നേരത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനതൊന്ന് കഴുകി വാരി എടുത്തുകൊണ്ട് ആ കലത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ച് വാർത്ത് കഴിഞ്ഞിട്ട് കഞ്ഞിക്കലം കഴുകിയിട്ട് വേണം ഉച്ചക്കത്തേക്ക് അരി അടുപ്പത്തേക്ക് ഇടാൻ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേ കുറച്ച് പപ്പടവും കൂടെ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും പയറും പപ്പടമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ പപ്പടവും കൂടെ വറുത്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ രാവിലത്തെ തിരക്കിട്ട പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ അതേ ചായ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. പുട്ടും പയറും പപ്പടമൊക്കെ കൂട്ടി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ചായ കുടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും അടുക്കളയിലുള്ളൊരു വിധം എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കാനായിട്ടിരിക്കുന്നത്. ചായ കുടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ കഞ്ഞി വാങ്ങി വാർക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് കഞ്ഞിക്കലത്തിൽ വെള്ളം വെച്ചു. കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം ആദ്യം കോരിയെടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അരിയും കൂടി ഇട്ടിട്ടോ. എന്നിട്ടാണ് ഞാൻ മോനെ സ്കൂൾ ബസ് കയറ്റി വിടാനായിട്ട് പോയത് കേട്ടോ. അവനെ സ്കൂൾ ബസ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്ന് ചായ കുടിച്ചിങ്ങാണ്ട് പാത്രം കഴുകി വെച്ചപ്പോഴത്തേക്കും കഞ്ഞിയും വെന്തു കേട്ടോ. വീട്ടിലുള്ള ഇത്രയും പണികൾ കഴിഞ്ഞിട്ടും സമയം 9:30 പോലും ആയില്ല കേട്ടോ. 9 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 8:15 ആകുമ്പോഴാണ് കേട്ടോ അവൻ്റെ ബസ് വന്നത്. അപ്പോൾ 9:30 ആയപ്പോഴത്തേക്കും ഒരുവിധം 3/4 എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. കഞ്ഞി വാങ്ങി വാർത്ത ആ ഒരു സമയത്ത് തന്നെ ഞാൻ കറി ഉണ്ടാക്കാനുള്ളതും ഒരുക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കറിക്ക് സാമ്പാറാണ്. എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല, ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചങ്ങാണ്ട് ഒരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ് പോയി കഴിഞ്ഞപ്പോഴത്തേ പരിപ്പ് തുറന്ന് നോക്കണതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ചേർക്കണം. തൊണ്ടൊക്കെ കളഞ്ഞ് അവിടെ വെച്ചേക്ക് പറഞ്ഞു കേട്ടോ. പിന്നെ ചായ കുടിക്കൽ കഴിഞ്ഞ് അപ്പോഴത്തേക്കും കഞ്ഞി വാർക്കാറായി. അപ്പോൾ കഞ്ഞിയൊക്കെ വാർത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത് നമ്മുടെ പച്ചക്കറി കുറച്ച്
കുറച്ചും കൂടെ താമസിച്ചു പോയിട്ട് അരിഞ്ഞ് വെക്കാനായിട്ട്. പരിപ്പ് വേകുമ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞ് വെക്കണം എന്നാണ് കരുതിയത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി നേരിട്ട് തന്നെ കുക്കറിലേക്ക്, വേറെ പാത്രമൊന്നും കഴുകാനാക്കണ്ടല്ലോ എന്ന് കരുതി എല്ലാം കഴുകിയെടുത്ത പച്ചക്കറിയാണ്. അപ്പോൾ നേരിട്ട് കുക്കറിലേക്ക് തന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കൽ കഴിഞ്ഞു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇട്ട പാടനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടുമ്പോഴും ആ മഞ്ഞൾപ്പൊടി അത് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. കുക്കറിൽ അങ്ങനെ അനക്കൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ഇട്ടേക്കണ പോലെ തന്നെ ഉണ്ടാകും, കട്ടയായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇളക്കി ഇതാക്കുമ്പോഴാണുള്ളൂ അതൊന്ന് ഇളകി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇളക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ വേവാനായിട്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് തോരൻ വെക്കാനായിട്ട് കിട്ടിയത് ബീറ്റ്റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അതും ചെറുതായിട്ട് അരിഞ്ഞെങ്ങാണ്ട് അടുപ്പത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അടുപ്പിൽ നല്ല തീക്കനലുണ്ട് കേട്ടോ. കഞ്ഞിയൊക്കെ വെന്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തീക്കനലുണ്ട്. വേറെ നമുക്ക് അങ്ങനെ വിറകൊന്നും കത്തിച്ചെങ്ങാണ്ട് തോരൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ചൂടത്തിരുന്നെങ്ങാണ്ട് തന്നെ തോരൻ നന്നായിട്ട് വെന്തും കിട്ടും. തോരൻ വെക്കാനായിട്ട് ബീറ്റ്റൂട്ടൊക്കെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരവിയെടുത്തു കേട്ടോ. പിന്നെ ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് തന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പകുതി സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് രണ്ടും കൂടെ ഒന്ന് അരിഞ്ഞ് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ തോരനും കൂടെ അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ തോരന് വെക്കാനുള്ളതൊക്കെ, തോരന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ഇത് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ തോരനും കൂടി അടുപ്പത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് വെച്ചിട്ടുള്ള ആ ഒരു വിറക് തന്നെ ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു കഷ്ണം വിറകുണ്ടായിരുന്നു, അത് കത്താതെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് അടുപ്പിലേക്ക് തള്ളി നീക്കിയപ്പോൾ തന്നെ അത് പെട്ടെന്ന് പുകഞ്ഞ് അത് കത്തിയിട്ട് വേറെ വിറകായിട്ടൊന്നും വെച്ചിട്ടില്ല. ഇനി ആ കടുക് പൊട്ടിച്ചെങ്ങാണ്ട് നമുക്ക് ഈ തോരൻ അതിനകത്തേക്ക് ഇടുന്ന അത്ര ആ മതിയുടെ തീയെ അത് കഴിയുമ്പോൾ തന്നെ ആ തീ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ തന്നെ ആ കനലിലിരുന്നെങ്ങാണ്ട് അവിടെ ഇരുന്ന് വെന്തോളൂ കേട്ടോ.
അങ്ങനെ അതേ ഉച്ചക്കത്തേക്ക് ചോറും കറികളൊക്കെ ആയിട്ടോ. ഇനി സാമ്പാറൊന്ന് താളിച്ചാൽ മതി. ഈ തോരനടുപ്പത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1-2 പ്രാവശ്യം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ, പിന്നെ നമുക്ക് തീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും രാവിലെ ഒരു 5-5:30 ആയപ്പോൾ എണിച്ചിട്ട് 11:30 ആയപ്പോഴത്തേക്കും എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അടിച്ച് വാരലും തുടക്കലും തുണി അലക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ അരി അടുപ്പത്തേക്ക് ഇട്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തിറങ്ങി കണ്ട് വേഗം തുണി കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അന്നേരം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ തുണി അലക്കുന്ന വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ഉൾപ്പെടുത്താറില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെടുത്തിയതൊന്നുമില്ല കേട്ടോ. അപ്പോൾ തുണി കഴുകൽ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കയറി വന്നിട്ടാണ് പരിപ്പടുപ്പത്തേക്ക് വെച്ചതും പച്ചക്കറികളുടെയൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തതും ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാ പണികളും ഒരു 11:30 ആയപ്പോഴത്തേക്കും തന്നെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ തോരന് വേവലും സാമ്പാർ താളിക്കലും രണ്ടും ഒരുമിച്ചാകും കേട്ടോ. തോരന് ഒന്ന് ഇളക്കി കൊടുത്തെങ്ങാണ്ട് തീ മാറ്റിയിട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തോരൻ അവിടെ ഇരുന്ന് വെന്തോളും. ഈ സമയത്ത് കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടെങ്ങാണ്ട് 2-3 ഉള്ളിയൊക്കെ എടുത്തരിഞ്ഞ് നമ്മുടെ സാമ്പാറും ഒന്ന് താളിച്ച് കഴിഞ്ഞാൽ അടുക്കളയിലെ പണികളെല്ലാം കഴിയും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അച്ഛനൊന്ന് കുളിപ്പിച്ച് അവനെ ചോറൊക്കെ കൊടുത്തെങ്ങാണ്ട് അവനെ കിടത്തി ഉറക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞ് ഒരു 2-3 മണി വരെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ സമയമുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ അത് തോരനടുപ്പത്തേക്ക് ഇട്ട് സാമ്പാറിന് വേണ്ട ചെറിയൊരു പുളി എടുത്തെങ്ങാണ്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് സാമ്പാർ താളിക്കാനായിട്ട് വേണ്ട ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തും കൂടെ കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തേക്കും കുക്കറിൻ്റെ എയറൊക്കെ പോകും കേട്ടോ. അപ്പോൾ കുക്കർ വിസിലടിച്ചെങ്ങാണ്ട് ഞാൻ തീ കെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എയർ പോയിട്ട് വേണം ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ദേ രാവിലത്തെ കുറച്ച് നേരത്തെ അംഗത്തിൻ്റെ ശേഷം ഉച്ചയ്ക്കത്തെ അടുക്കളയിലുള്ള വൈകുന്നേരം വരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചോറ് 2 നേരത്തേക്കും ഒരുമിച്ചാണ് കേട്ടോ വെക്കുന്നത്. ചോറും കറികളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കാനായിട്ട് ചോറും സാമ്പാറും ബീട്രൂട്ട് തോരനും പിന്നെ നെല്ലിക്ക അച്ചാറും ഉണ്ട് കേട്ടോ. നെല്ലിക്ക അച്ചാർ ഞാൻ തന്നെ ഇട്ട അച്ചാറാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഇടും കേട്ടോ ആ വീഡിയോ.
ആ ഒരു വീഡിയോയും എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ആ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പുറകെ തന്നെ ആ ഒരു വീഡിയോയും കൂടെ ഇടും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു വീഡിയോയൊക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തിപ്പണിത് അവിടെ ഇരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഇക്ക ചായ വെക്കാൻ പറഞ്ഞാൽ ഇത് 1 ലിറ്റർ പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഒത്തു കിട്ടുന്ന സമയത്തൊന്നും ഉണ്ടാക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമൊക്കെ ആയിട്ടോ. അങ്ങനെയാണ് ആദ്യം തന്നെ പാല് കിട്ടിയത്. പാല് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായല്ലോ. പിന്നെ കസ്റ്റേർഡ് പൊടി ഇവിടെ നേരത്തെ പുഡിങ്ങിന് മേടിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതെടുത്തും വേഗം ഒന്ന് വെള്ളത്തിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ടും കലക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കസ്റ്റേർഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് സേമിയനും അതുപോലെ തന്നെ കുറച്ച് ചവ്വരിയും പിന്നെ നമ്മുടെ കസ്കസും എല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ 1-2 ഫ്രൂട്ട്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്ങാണ്ട് നമുക്ക് ചെയ്യാമെന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ 1 ലിറ്റർ പാല് വെച്ചെങ്ങാണ്ട് നമുക്ക് ചെറിയൊരു കസ്റ്റേർഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ പാലടുപ്പത്തേക്ക് വെച്ചു. പാൽ തിളച്ച് തുടങ്ങാറായി കേട്ടോ. അപ്പോൾ ഒരു സമയമായപ്പോഴത്തേക്കും അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇടുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിവിടെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നു, നേരത്തെ മേടിച്ചത് തന്നെ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാമെന്ന് കരുതി. നമുക്ക് പഞ്ചസാരയ്ക്ക് എപ്പോഴും കേടാണല്ലോ, അപ്പോൾ അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അതിട്ട് കൊടുത്തത്. പക്ഷെ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ഈ കസ്റ്റേർഡ് പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ കലക്കി വെച്ചേക്കണം ഒരു പൊടിയും അതും ഒന്ന് ഇളക്കിങ്ങാണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് കുറുകി കിട്ടണം. ഒരുപാട് നല്ല കട്ടിക്കല്ല കേട്ടോ, തിന്നായിട്ടല്ല ഉണ്ടാക്കുന്നത്, ചെറിയൊരു ലൂസിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കസ്റ്റേർഡ് ചേർത്തിട്ടുള്ള ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തിളച്ച് ചെറിയൊരു രീതിയിലൊക്കെ ഇങ്ങനെ കുറുകി തുടങ്ങിയിട്ട് അപ്പോൾ അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചു. ഇനി നമുക്കതൊന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ ആ ഫ്രീസറിലേക്ക് വെക്കാനായിട്ട്. കുറച്ച് തണുപ്പ് വേണം നമ്മളിത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. തണുപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ കുറച്ച് സേമിയൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് സേമിയനൊന്നും വേണ്ട, നമുക്ക് 2-3 തവിയൊക്കെ മതി കേട്ടോ. ഇങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് വെന്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിടുത്തം മതി കേട്ടോ. അങ്ങനെ കുറച്ച് സേമിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സേമിയൻ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചാണ് കേട്ടോ. സേമിയൻ നമുക്ക് ഒരുപാട് വേവൊന്നുമില്ല, നോക്കി ഒന്ന് വേവിക്കണം കേട്ടോ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ വെറും 2 മിനിറ്റ് മതി കേട്ടോ സേമിയൻ വേവാനായിട്ട്. അപ്പോഴത്തേനും ഇത് നമ്മുടെ സേമിയൻ വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ചവ്വരിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വാളം ചവ്വരി ഉണ്ട്, അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെങ്ങാണ്ട് അതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചവ്വരി വേവാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു. ഇനി ഈ സേമിയനുണ്ടല്ലോ അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ടയായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതില്ലാതെ നമ്മളത് ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചെങ്ങാണ്ട് വേണം കേട്ടോ നമ്മൾ ഈ സേമിയന് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഇതൊന്നും എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇരുന്നങ്ങാണ്ട് ഒരൊറ്റ കട്ടിയായിട്ടിരിക്കും കേട്ടോ. ഇതാകുമ്പോൾ വേറെ ഇട്ടിരുന്നോളൂ കേട്ടോ. പിന്നെ അതേ ചവ്വരി വേവാൻ വെച്ച ആ ഒരു സമയം തന്നെ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് നിറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കസ്കസിലേക്ക് ഇനി അതൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ അതിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മളൊരു കസ്റ്റാർഡ് ചേർത്ത പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചൂടാറി കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചിട്ട്, ഒരുപാട് നേരമൊന്നും വെച്ചില്ല, ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചോളൂ കേട്ടോ. കുറച്ച് ഫ്രിഡ്ജൊന്ന് കൂട്ടിയിട്ടും കണ്ട് അത്രയും നേരം വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കയ്യിലുള്ള ഫ്രൂട്ട്സ്, ഒരു മാതളം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ 2 ചെറുപഴം ഉണ്ടായിരുന്നു, പിന്നെ 3 ആപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു, ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്ത ഒരു കസ്റ്റേർഡിൻ്റെ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു കസ്കസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തു കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചൗവരിയാണ്. അപ്പോൾ ഇനി ഇതും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സേമിയനുണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചെങ്ങാണ്ടാണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി 5 രൂപയുടെ ഒരു ബൂസ്റ്റും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണോ ടേസ്റ്റ്, ബൂസ്റ്റ് ഇടാതെയാണോ ടേസ്റ്റ്, ഞങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ബൂസ്റ്റ് ഇട്ടാലാണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടെ രുചിയായിട്ട് തോന്നിയത്. അങ്ങനെ ഞങ്ങളിതേ കുറച്ച് ബൂസ്റ്റും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ആ ബൂസ്റ്റും കൂടെ ഇട്ടിട്ട് പിന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെ കുഞ്ഞുമക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് തണുപ്പിച്ചൊന്നുമില്ല കേട്ടോ. ചെറിയൊരു തണുപ്പ്, ആ ഒരു ചൂട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങളിതെല്ലാവരും കൂടെ കഴിച്ചത്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം മിക്ക ദിവസങ്ങളിലൊക്കെ സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കാറ് ചായക്ക്. അപ്പോൾ ഇന്ന് ചായ ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് അങ്ങനെയുള്ള സ്നാക്സും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പകരം ഞങ്ങൾ ഇതാണ് കേട്ടോ കഴിച്ചത്. എല്ലാവർക്കും സന്തോഷമായി, മനസ്സും നിറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടുതൽ സമയം അടുക്കളയിലാണെങ്കിലും നമുക്ക് എല്ലാത്തിനും നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കൊക്കെ നമുക്ക് സമയം കിട്ടി കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളെല്ലാ രീതിയിലും രാവിലത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി തന്നെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക. ഇങ്ങനെ ചെയ്താൽ എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടും, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് നമ്മളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം കിട്ടും കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കമൻറ്റ് ബോക്സും ഒക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയ്ക്കുള്ള സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ ഉന്മേഷവും ഊർജ്ജമൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളും റെസിപ്പീസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ചാനലാണ് നമ്മുടെ വീഡിയോ. കാണാത്തവർക്കായിട്ട് നമ്മുടെ ചാനൽ പേജിലൊന്ന് കയറി നോക്കുക. വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കണ്ട് നമ്മൾ കൂടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.